നമസ്കാരം. ലോക്സഭയുടെ മൺസൂൺ കാലത്തൊരു വടക്കൻ വീരഗാഥ നടന്നു. നമ്മുടെ CPM-ൻ്റെ മൂന്നിലം MP ആയ ഡോക്ടർ M. ശിവദാസിന് ഒരു സംശയം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലോകമൊക്കെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി ഓസിനാണോ, അതോ ആ രാജ്യങ്ങളുടെ ചിലവിലാണോ, അതോ അദാനിയോ അംബാനിയോ സ്പോൺസർ ചെയ്യുന്നതാണോ? എന്തായാലും അത് നന്നായി സംശയിച്ചത്. ഏതെങ്കിലും ക്രിയ സമയത്ത് കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. കാരണം CPM-ൻ്റെ ചരിത്രത്തിലെ അവസാനത്തെ രാജ്യസഭാ MP-മാരിൽ ഒരാൾ എന്ന ക്രെഡിറ്റും ശിവദാസിനുണ്ടാകും. എന്തായാലും ഡോക്ടർ ശിവദാസൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോട് തന്നെ ചോദിച്ചു, എന്താ എല്ലാം ഓസിനാണോ അതോ രൂപയിലാണോ വിനിമയമെന്ന്. ഉത്തരമുടൻ തന്നെ വന്നു. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 558.01 കോടി രൂപ ചിലവഴിച്ചതായാണ് വിദേശകാര്യ മന്ത്രാലയം ഒന്നാം തരം മറുപടി നൽകിയത്. 2021 മുതൽ പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനത്തിനും വർഷം തിരിച്ചും യാത്രകളുടെ കണക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ രാജ്യസഭയിൽ തന്നെ മുന്നോട്ട് വച്ചു. അപ്പോൾ ശിവദാസനും ഒപ്പം ചോദ്യം ചോദിച്ച സഞ്ജയ് സിംഗും സംശയിക്കുന്നുണ്ടാകും 558.01 കോടി രൂപ ചിലവഴിച്ച് പരിവാരങ്ങളെയും കൊണ്ട് പോയിട്ട് എന്ത് കിട്ടിയെന്ന്. കിട്ടി. അതിലെ മറുപടിയിൽ താഴേക്ക് എഴുതി വച്ചിരിക്കുന്നത് വർഷം തിരിച്ചും വരുമാനത്തിൻ്റെ വാർഷിക വരവ് തിരിച്ചുമൊക്കെ. വരുമാന ചിലവുണ്ട്, വരവുമുണ്ട്. ഒന്നാമതായി, പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര, നിക്ഷേപ, പ്രതിരോധ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിച്ചതായാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സാങ്കേതികവിദ്യ, വ്യാപാരം, ഊർജം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ സന്ദർശനം പ്രയോജനപ്പെട്ടു. 2021 ഏപ്രിൽ മുതൽ 25 ഡിസംബർ വരെ ഇന്ത്യക്ക് ലഭിച്ച വിദേശ നിക്ഷേപം $381.8 ബില്യൺ, അതായത് 36.34 ലക്ഷം കോടി രൂപ. അപ്പോൾ മോദിയുടെ യാത്ര ലാഭമോ നഷ്ടമോ? ഇനി ശിവദാസൻ തന്നെ കണക്ക് നോക്കി പഠിച്ചു പറയണം. 2021 ഏപ്രിൽ മുതൽ 2025 ഡിസംബർ വരെ ഇന്ത്യക്ക് ലഭിച്ച വിദേശ നിക്ഷേപം $381.8 ബില്യൺ, അതായത് 36.34 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ നരേന്ദ്രമോദിജിയുടെ യാത്രകൾ ലാഭമോ നഷ്ടമോ? അതിന് ശിവദാസൻ MP കണക്ക് നോക്കി പഠിച്ചു പറയണം. 2026 ഫെബ്രുവരി മുതൽ ജൂലൈ വരെ നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്ക് കേന്ദ്രം 74.59 കോടി രൂപ ചെലവഴിച്ചു. മലേഷ്യ, ഇസ്രയേൽ, UAE, ഇറ്റലി, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങനെ തുടങ്ങുന്നു ഔദ്യോഗിക സന്ദർശനങ്ങൾ. ഒന്നും സ്വകാര്യ സന്ദർശനമല്ല. നോർവേ സന്ദർശനത്തിന് ഏറ്റവും കൂടുതൽ ചിലവുണ്ടായത് 17.46 കോടി രൂപ, ഇസ്രയേലിൽ 11.92 കോടി രൂപ, ന്യൂസിലാൻഡിൽ പോയതിന് 5.44 കോടി രൂപ. ഇതാണ് കണക്കുകൾ. 2025 ഏറ്റവും കൂടുതൽ ചെലവ് രേഖപ്പെടുത്തിയത്. ആ വർഷം പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി 187.83 കോടി രൂപ ചെലവഴിച്ചു. ഫ്രാൻസിൽ പോയതിന് 25.6 കോടി രൂപ, അമേരിക്കയിലേക്ക് 16.36 കോടി രൂപ, UK-യിലേക്ക് 9.92 കോടി രൂപ. 2024 109.51 കോടി രൂപയാണ് ചിലവായത്. അങ്ങനെ പോളണ്ടിൽ 10 കോടി, സിംഗപ്പൂരിൽ 7 കോടി, റഷ്യയ്ക്ക് 10 കോടി, ഇങ്ങനെ ചിലവഴിച്ച് മോദി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3-4 ഇരട്ടി തുക ഇന്ത്യയിലേക്ക് നിക്ഷേപമായി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര, നിക്ഷേപ ചർച്ചകൾ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തേക്ക് നിക്ഷേപം കൊണ്ടുവരും തെല്ലൊന്നുമല്ല സഹായിച്ചത്. സാങ്കേതികവിദ്യ, വ്യാപാരം, പ്രതിരോധം, ഊർജം ഈ മേഖലകളിൽ സന്ദർശനം പല തരത്തിൽ പ്രയോജനം ചെയ്തു. നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഉദാഹരണം. ഇന്തോനേഷ്യ, ഈജിപ്റ്റ് അടക്കം രാജ്യങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. ചിലതൊക്കെ ഇന്തോനേഷ്യയ്ക്ക് കൈമാറി കഴിഞ്ഞു. നമ്മുടെ തേജസ് വിമാനങ്ങൾ ഒന്ന് പറന്നു തുടങ്ങിക്കോട്ടെ. അതിനും ആവശ്യക്കാർ ഏറെയുണ്ട് ഇപ്പോൾ തന്നെ. അതും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. നമ്മുടെ സാങ്കേതിക പ്രതിരോധ സ്റ്റാർട്ടപ്പുകൾ, കമ്പനികൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ആത്മനിർഭർ പദ്ധതി പ്രകാരം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ വൻ ഡിമാൻഡാണ്. ഒരു സംശയം വേണ്ട. അതിനെ എതിർക്കാൻ മാത്രം ആർക്കും സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞ വിദേശ യാത്രകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഓഫീസ് വൃത്തങ്ങൾ, അതുപോലെ തന്നെ ഔദ്യോഗിക അംഗങ്ങൾ, പിന്നെ SPG സുരക്ഷ, ഇതടക്കമുള്ള എല്ലാത്തിനും വേണ്ടിയാണ് ഈ തുക ചിലവാക്കിയത് എന്നോർക്കണം. അല്ലാതെ നരേന്ദ്രമോദി എന്ന ഒരൊറ്റ വ്യക്തിക്ക് പോയി വരാനാണെങ്കിൽ ഇത് വേണ്ട. വെറും വിമാന ടിക്കറ്റും താമസ ചെലവും മാത്രം മതിയാകും. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം, പ്രധാനമന്ത്രി
ഇത്രയും രൂപ 558 കോടി രൂപ ചിലവാക്കിയിട്ട് ഏതാണ്ട് അതിൻ്റെ 10 മടങ്ങ് പല മടങ്ങ് കോടിക്കണക്കിന് രൂപ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, ഇന്ത്യൻ കാർഷിക, നേരത്തെ പറഞ്ഞതുപോലെ വാണിജ്യ, വ്യാവസായിക, സാങ്കേതിക, ചിപ്പടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ ഏറെ ഡിമാൻഡാണ്. ഇന്ത്യയിൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ നിർമ്മിക്കുന്ന ആപ്പിൾ ഫോണുകൾക്കാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ഉള്ളത്. അതുകൂടി ഓർക്കണം. അല്ലാതെ വെറുതെ നാട് കാണാനല്ല പ്രധാനമന്ത്രി പോകുന്നത്. ചെല്ലുന്ന ഓരോ രാജ്യത്തും അവിടെ സൗഹൃദ വലയങ്ങൾ, ആ രാഷ്ട്രവുമായുള്ള രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവുമൊക്കെ അംഗീകരിച്ചും മാനിച്ചും കൊണ്ടുമുള്ള തന്ത്രപരമായ പ്രസ്താവനകൾ, നിലപാടുകൾ, ആ രാജ്യവുമായുള്ള സഹകരണങ്ങൾ, ഒരിക്കലും ഇഴപിരിക്കാനാകാത്ത ബന്ധങ്ങൾ, ഇതൊക്കെ വ്യക്തമായി ചാർട്ട് ചെയ്ത് തന്നെയാണ് പ്രധാനമന്ത്രി സംഘവും ആ രാജ്യത്തേക്ക് ചെന്നിറങ്ങുന്നത്. ഓരോ സന്ദർശനത്തിലും അതിൻ്റേതായ തൻ്റെ ഓരോ സന്ദർശനവും വ്യത്യസ്ത തരത്തിലുള്ളതാക്കാൻ, ഒരു പ്രത്യേക അനുഭവമാക്കി മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാതെ ഒരു രാജ്യത്തും അദ്ദേഹം മനസ്സുമെടുത്ത് പോയിട്ടില്ല. ഒരു രാജ്യത്തലവനെയും അദ്ദേഹം മനസ്സുമെടുത്ത് ഇന്ത്യയിലേക്ക് സ്വീകരിച്ചിട്ടുമില്ല. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തായാലും പ്രധാനമന്ത്രി ഇത്രയും കോടി രൂപ ചിലവഴിച്ച് യാത്ര ചെയ്യുന്ന കേൾക്കുമ്പോൾ നമുക്കും ഒരു അന്താളിപ്പൊക്കെ തോന്നും. 500 കോടിയിൽ പരം രൂപയെ. പക്ഷേ അദ്ദേഹം ചിലവഴിച്ചതിൻ്റെ 10 മടങ്ങ്, 20-ലധികം 100 മടങ്ങ് വരെ തുക രാജ്യത്തേക്ക് നിക്ഷേപമായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയാണ്.